നെക്സ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സമാന്തര നീക്കം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒഴിവാക്കിയതിന് പിന്നാലെ ഇന്ന് കോഴിക്കോട് വെങ്ങളത്ത് ഉദ്ഘാടനം ഉണ്ടായേക്കുമെന്നറിയുന്നു. സർക്കാർ തലത്തിൽ ആലോചന തുടങ്ങി. എസ് ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ്. ആ പൊതുമരാമത്ത് വകുപ്പിനെ വിളിക്കേണ്ടിയിരുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒഴിവാക്കി. പകരം അവരെ BJP സംസ്ഥാന അധ്യക്ഷനെ തിരികെ കയറ്റിയതിലുള്ള ഈ വിവാദം പുകയുന്നതിനിടയിലാണ് ഇപ്പോൾ സുരേഷ് അമ്മായിയപ്പനോട് ചോദിക്കൂ എന്ന് റിയാസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് വെങ്ങളത്ത് ഉദ്ഘാടനം ഉണ്ടാകുമെന്നുള്ളൊരു വിവരം വരുന്നു. സർക്കാർ തലത്തിൽ ആലോചനയാണ്. സമാന്തര ഉദ്ഘാടനത്തിന്റെ സാധ്യത തെളിയുന്നു. ശരത്ത്, സർക്കാർ കടുത്ത നിലപാടിലേക്ക് പോവുകയാണോ? സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ സമാന്തരമായ ഉദ്ഘാടനം വെങ്ങളത്ത് നടത്താനുള്ള സാധ്യതയുണ്ടോ? അരുൺകുമാർ, അത്തരം ചില ചർച്ചകളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പിനെ പോലും ഇത്തരത്തിൽ അവഗണിക്കുന്ന രീതിയിൽ ഉദ്ഘാടനത്തിൽ മന്ത്രിയെ ക്ഷണിക്കാതിരുന്നതൊക്കെ തന്നെ വലിയ അമർഷം സംസ്ഥാന സർക്കാരിന്റെ തലത്തിൽ തന്നെയുണ്ട്. പാർട്ടിക്കും ഒപ്പം മന്ത്രി സർക്കാർ തലത്തിലും വലിയ അവമതിപ്പും ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സമാന്തരമായ ഒരു ഉദ്ഘാടന പരിപാടി നടത്താൻ വേണ്ടിയുള്ള ആലോചന ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലും അതിന്റെ വഹിച്ച പങ്കും ഒക്കെ ഒന്നും തന്നെ മറച്ചുവെക്കുന്ന രീതിയിൽ പൊതുമരാമത്ത് വകുപ്പിനെ ഒഴിവാക്കി എന്നുള്ളതാണ് സർക്കാർ തലത്തിൽ നടക്കമുള്ള പ്രധാന ആശങ്ക. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഒരു സമാന്തര ഉദ്ഘാടനം നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചന അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് വെങ്ങളത്തായിരിക്കും അത്തരത്തിൽ സമാന്തര ഉദ്ഘാടനം നടത്തുക എന്നുള്ളതും മനസ്സിലാക്കുന്നു. എന്തായാലും അതിന്റെ അന്തിമ തീരുമാനം അല്പസമയത്തിനകം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടിയോ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയോ തന്നെയായിരിക്കും അത്തരമൊരു നീക്കത്തിന് സാധ്യത. എന്തായാലും സമാന്തര ഉദ്ഘാടനത്തിനുള്ള ചർച്ചകൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകും. മന്ത്രിയെ ഉൾപ്പെടെ ഒഴിവാക്കിയതിന്റെ അമർഷം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം. അതായത് ഇതിൽ സംസ്ഥാന സർക്കാർ വഹിച്ച പങ്ക് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി പറഞ്ഞതാണ്. മന്ത്രിയെയും കേരളത്തെയും ഒക്കെ അപമാനിക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം പരിപാടി വെച്ചത് എന്നുള്ളതായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് രാവിലെ പ്രതികരണം നടത്തിയത്. കേന്ദ്രം ജനാധിപത്യ മര്യാദ കാണിച്ചില്ല, ദേശീയവാദ കേരളത്തിന്റെ നേട്ടമല്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നടക്കമുള്ള പ്രതികരണമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ രീതിയിൽ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ മന്ത്രിയെ ഒഴിവാക്കിയുള്ള ഉദ്ഘാടനത്തിൽ വലിയ അമർഷം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുമൊപ്പം സംസ്ഥാന സർക്കാരിനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും മറ്റൊരു സമാന്തര നീക്കത്തിന് സർക്കാർ തലത്തിൽ തന്നെ ആലോചന നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.